2005 രാഷ്ട്രീയ ഗുരുവിനെ വെട്ടിയൊതുക്കി പാർട്ടിയിലെ അവസാന വാക്കായി CPM-ൽ പിണറായി വിജയൻ മാറിയത് മലപ്പുറത്താണ്. VS അച്യുതാനന്ദനെ പാർട്ടിയിൽ തോൽപ്പിച്ചത് മലപ്പുറത്തെങ്കിൽ അതേ മലപ്പുറം പിണറായി വിജയന് 2024 വില്ലനാവുകയാണ്. കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ CPM-നെ പിടിച്ചുലയ്ക്കുകയാണ് PV അൻവർ ഉയർത്തിവിട്ട മലപ്പുറം എന്ന വിവാദം. ഇതിൽ 2 പതിറ്റാണ്ടിന് ശേഷം പിണറായിക്ക് നേരെ CPM-ൽ ചോദ്യമുയർന്നു. പിണറായിസം വീഴുമോ എന്ന ചർച്ച സജീവമാവുകയും ചെയ്യുന്നുണ്ട്. CPM-ന്റെ മലപ്പുറം സമ്മേളനത്തിലാണ് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ശക്തിയായി പിണറായി വിജയൻ മാറിയത്. VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ ഗുരുനാഥന്റെ ചിറകുകൾ പിണറായി അരിഞ്ഞു വീഴ്ത്തിയത് ഈ സമ്മേളനത്തിലാണ്. VS-ഉം പിണറായിയും 2 ധ്രുവങ്ങളിലായി നിന്ന സമയത്തായിരുന്നു 2005 മലപ്പുറം സമ്മേളനം. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരം വേണ്ടെന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. കേന്ദ്ര നേതൃത്വം ഔദ്യോഗിക പക്ഷത്തിനൊപ്പമായിരുന്നു. എന്നാൽ സെക്രട്ടറിയായ പിണറായി വിജയൻ അവതരിപ്പിച്ച പാനലിനെതിരെ VS പക്ഷത്തു നിന്ന് 12 പേർ മത്സരിച്ചു. 12 പേരും മലപ്പുറത്ത് തോൽക്കുകയായിരുന്നു. പിന്നീട് 2024 വരെ CPM-ൽ പിണറായി മാത്രമാണ് എല്ലാം തീരുമാനിച്ചിരുന്നത്. അതിനാണ് കഴിഞ്ഞ ദിവസം മാറ്റമുണ്ടായത്. മലപ്പുറത്തിലായിരുന്നു പിണറായിയോടുള്ള ചോദ്യങ്ങൾ. അതായത് VS-നെ വെട്ടിവീഴ്ത്തിയ മലപ്പുറം പിണറായിക്ക് ഇന്ന് ഉത്തരമില്ല ചോദ്യമാണ്. വരും ദിവസങ്ങളിലും ചോദ്യങ്ങൾ ഇനിയും ഉയർന്നതാണ്. അങ്ങനെ VS-നെ വെട്ടിയൊതുക്കിയ മലപ്പുറം പിണറായിക്കും CPM-ൽ വെല്ലുവിളിയാവുകയാണ്. VS-ന്റെ പിന്തുണയിലാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയത്. പിന്നീട് ആ VS-നെ തന്നെ പിണറായി വെട്ടിയൊതുക്കിയെന്നതും ആണ് വസ്തുത. പിണറായി വിജയൻ സെക്രട്ടറിയായി സമ്മേളനത്തിലൂടെ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂരിലായിരുന്നു. VS-ന്റെ ജില്ലയായ ആലപ്പുഴയിലെയും തൃശൂരിലെയും വിഭാഗീയതയായിരുന്നു ആ സമയത്ത് പ്രധാന ചർച്ചാ വിഷയമായി നിലനിന്നിരുന്നത്. സമ്മേളനത്തിന് പിന്നാലെ നടപടിയും ഉണ്ടായിരുന്നു. പരോക്ഷമായി അത് VS-നാണ് തിരിച്ചടിയായത്. വിഭാഗീയതയെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 3 പേരും VS പക്ഷത്തായിരുന്നു. പതിയെ VS പക്ഷക്കാരെല്ലാം ഔദ്യോഗിക പക്ഷത്തേക്ക് അടുക്കുന്നതും ആ സമ്മേളന കാലം മുതലാണ്. മലപ്പുറത്ത് സമ്മേളനം എത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം എതിരായി മാറി. പാലക്കാട് സമ്മേളനത്തിൽ VS വെട്ടിനിരത്തിയ MM ലോറൻസിനെ പോലെയുള്ളവർ തിരിച്ച് സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത് VS-ന് ഇരട്ടി പ്രഹരമായി. VS-ന്റെ ഭാഗത്തു നിന്ന് വന്ന് തോറ്റവരിൽ പലരും പിന്നാലെ പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിട്ടു. 2006 തിരഞ്ഞെടുപ്പിൽ VS-ന് സീറ്റ് നിഷേധിക്കുന്നതിന് വരെ കാരണമായി ഈ സമ്മേളനം. സംസ്ഥാന സമിതി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ സ്ഥാനാർത്ഥി പട്ടികയിൽ VS ഉണ്ടായിരുന്നില്ല. പാർട്ടി അന്ന് വരെ കാണാത്ത പ്രതിഷേധം നാട്ടിലുണ്ടായപ്പോഴാണ് നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നത്. അങ്ങനെ VS മുഖ്യമന്ത്രിയായി. അപ്പോഴും പാർട്ടിയിലെ അവസാന വാക്ക് പിണറായി വിജയൻ തന്നെയായിരുന്നു. തുടർ ഭരണത്തിലൂടെ 2ാം വട്ടം പിണറായി മുഖ്യമന്ത്രി ആയപ്പോൾ ആരും ഇനി ചോദ്യം ചെയ്യാനുണ്ടാകില്ലെന്ന് കരുതി. എന്നാൽ ആ ഒരു ധാരണയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. പിണറായിക്കും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാലം എത്തിയിരിക്കുകയാണ്. പാർട്ടി ജനാധിപത്യത്തിലേക്ക് CPM വഴിമാറുന്നു എന്ന ചർച്ച വീണ്ടും സജീവമാകുന്നു. അതും ഈ സമ്മേളന കാലത്ത് തന്നെ. 2025 കൊല്ലത്താണ് CPM സംസ്ഥാന സമ്മേളനം. മലപ്പുറത്തെ സമ്മേളനം 20 കൊല്ലം മുൻപായിരുന്നു. 2 പതിറ്റാണ്ട് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി പിടിച്ച പിണറായിക്ക് അടുത്ത വർഷം കൊല്ലത്തെ സമ്മേളനത്തിലും വലിയ കോട്ടം ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. എന്നാൽ കൊല്ലത്തും പിണറായിക്ക് നേരെ ചോദ്യങ്ങൾ ഉയരും. PV അൻവർ ഉയർത്തിയ വിവാദങ്ങൾക്ക് അത്തരമൊരു പരിവേഷമുണ്ട് താനും. സാധാരണ മറുപടികളിലൂടെ പിണറായി വിജയൻ അതിനെ അതിജീവിക്കും. അടുത്ത വർഷം തദ്ദേശ തിരഞ്ഞെടുപ്പുണ്ട്. ഇതിൽ CPM തോറ്റാൽ പിന്നെ പിണറായിസം കൂടുതൽ ചോദ്യം ചെയ്യപ്പെടും. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും പാലക്കാട്ടെയും ചേലക്കരയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പും ഉടൻ തന്നെ എത്തും. ഇതിൽ ചേലക്കരയിൽ CPM തോൽക്കുകയാണെങ്കിൽ അതും പിണറായിക്ക് കനത്ത തിരിച്ചടിയായി മാറുന്നതാണ്. ചേലക്കരയിലെ തോൽവിയാണ് അൻവർ മനസ്സിൽ കാണുന്നതും. ഈ വെല്ലുവിളിയെ പിണറായി അതിജീവിക്കുമോ എന്നതും നിർണായകമാണ്. 2025 പാർട്ടി സമ്മേളനം കൊല്ലത്തെത്തുമ്പോൾ പിണറായിക്ക് മുന്നിൽ നിരവധി പ്രതിസന്ധികളാണുള്ളത്. 75 വയസ്സ് തികഞ്ഞവർ പാർട്ടി നേതൃത്വത്തിൽ പാടില്ലെന്ന ചട്ടവും വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗത്വത്തിന് അടക്കം വെല്ലുവിളിയുണ്ട്. പിണറായിയോട് മുഖ്യമന്ത്രി പദം ഒഴിയാൻ പ്രായത്തിന്റെ പ്രശ്നത്തിൽ ആരെങ്കിലും ആവശ്യപ്പെടുമോ എന്നതും ഉയരുന്ന ഒരു ചോദ്യമാണ്. കൊല്ലത്ത് എന്തും സംഭവിക്കാമെന്ന രാഷ്ട്രീയ സാഹചര്യമാണ് CPM-ൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ദി ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം എത്തിയത് ചോദ്യങ്ങളെ തുടർന്നാണ്. അഭിമുഖത്തിനായി PR ഏജൻസിയുടെ സഹായം തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അഭിമുഖത്തിലെ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പരാമർശം രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കുന്നത് ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദിനപത്രത്തിന് അഭിമുഖം നൽകാൻ PR ഏജൻസിയെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആലപ്പുഴയിലെ CPM നേതാവ് TK ദേവകുമാറിന്റെ മകൻ
TD സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അഭിമുഖം നൽകിയത്. അഭിമുഖ സമയത്ത് മുറിയിലേക്ക് കടന്നു വന്നയാൾ PR ഏജൻസിയുടെ ആളാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഏജൻസിയെയും വന്ന ആളിനെയും അറിയില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഈ മറുപടി പക്ഷേ പല നേതാക്കൾക്കും ബോധ്യപ്പെട്ടിട്ടില്ല. കൊല്ലം സമ്മേളനത്തിൽ ഇതിന് മറുപടി പറയിക്കാനാണ് അവരുടെ നീക്കവും.